ഈ താങ്കൾ ഈ കയ്യിൽ ചരട് കെട്ടുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, താങ്കൾ ഡൽഹിയിലടക്കം മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആരും ആയിക്കൊള്ളട്ടെ, അത് CPM നേതാവായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഈ ചരട് കെട്ടുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗം. താങ്കൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം ഈ ചരട് കെട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എന്താണ് അതെനിക്ക് തോന്നുന്നത് സോണിയ ഗാന്ധിയുടെ കയ്യിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചരട് പറയുന്നത് അല്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ ചരട് കെട്ടി കൊടുക്കുന്നത് ആരാണ്? ഇയാൾ തന്ത്രിയാണോ, ഇയാൾ ഒരു കൊള്ളക്കാരനാണോ എന്ന് അറിയണ്ടേ? ശ്രീ അരുൺ, കൊള്ളക്കാരനാണ് എന്നൊരു റിപ്പോർട്ട് സംസ്ഥാന അബിന്റെ ആ ചോദ്യം വളരെ വാലിഡ് ആയ ചോദ്യമാണ്. എനിക്ക് ആ ചോദ്യം പ്രസക്തമാണ്. ജയിക്കാൻ മറുപടി ഉണ്ടോ? അദ്ദേഹം ഇപ്പൊ വന്നെത്തി നിൽക്കുന്ന പുതിയ പോയിന്റ്, ഈ കേസിന് ആസ്പദമായ സംഭവവികാസങ്ങൾ ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ബന്ധപ്പെട്ട് പറയുന്നത് ഡൽഹിയിലെത്തുമ്പോൾ ചരട് കെട്ടുന്നത് ഒരു ഡൽഹി ആചാരമായതുകൊണ്ട് അങ്ങനെ സോണിയാഗാന്ധിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി വിത്തൗട്ട് എ മിസ്റ്റീവിയസ് ആൻഡ് ഡ്യൂബിയസ് റിപ്പോർട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അന്നേരം തന്നെ സോണിയാഗാന്ധിക്ക് ഒരു ചരടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി കെട്ടിയതാണ്. ഡ്യൂബിയസ് മിസ്റ്റീവിയസ് റിപ്പോർട്ടില്ലാത്ത ഏത് അലവലാതിക്കും കയറി ചെല്ലാൻ പറ്റുന്നതാണ് 10 ജൻപത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത്.